ഹലോ ഡെവലപ്പേഴ്സ്, 90 ഡേയ്സ് ഫ്ലട്ടർ ചലഞ്ചിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ പ്രോഗ്രാമിങ്ങിൽ ഉപയോഗിക്കുന്ന കുറച്ച് വേർഡ്സ് ആണ്. നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട വേർഡ്സ് ആണ്. നമ്മൾ ഇനിയിപ്പോൾ മുന്നോട്ടുള്ള ക്ലാസ്സുകളിലൊക്കെ ഈ വേർഡ്സ് ഒക്കെ ധാരാളം ഉപയോഗിക്കും. അപ്പോൾ ഇതെന്താണ് എന്നൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ഈ വേർഡ്സ് ഒക്കെ എന്താണെന്ന് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ആദ്യത്തെ വേർഡാണ് SDK. SDK എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. അതിൻ്റെ പേര് പറയുന്നത് പോലെ തന്നെ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കിറ്റാണ് എന്ത് SDK. നമ്മളിപ്പോൾ ഏത് ഡെവലപ്മെൻറ്റ് ഫീൽഡിലായാലും, ഇപ്പോൾ നമ്മുടെ കേസിൽ ഫ്ലട്ടർ, അതിന് ഫ്ലട്ടറിൻ്റെ ഒരു SDK ഉണ്ടായിരിക്കും. ഈ SDKയിൽ നമ്മൾ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ സഹായിക്കുന്ന ഒരുപാട് ടൂൾസ് ഉണ്ടാവും. അതാണ് ഫ്ലട്ടറിൻ്റെ SDK എന്ന് പറഞ്ഞാൽ, സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് കിറ്റ്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. IDE, ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവിറോൺമെൻറ്റ്. അതായത് നമുക്കിപ്പം ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ, ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാൻ ഒരു എൻവിറോൺമെൻ്റ് ആണ്. അതായത് ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയറിലാണ് നമ്മൾ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക. ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ ഒരു ഫോട്ടോ എഡിറ്റ് ചെയ്യാൻ എന്ത് വേണം? ജിംബ് അല്ലെങ്കിൽ ഫോട്ടോഷോപ്പ് വേണം. അതൊരു സോഫ്റ്റ്വെയർ അല്ലേ? അല്ലെങ്കിൽ നമുക്കൊരു ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യാൻ നമ്മൾ ഒന്നെങ്കിൽ WPS ഓഫീസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഉപയോഗിക്കും, അല്ലെങ്കിൽ ലിബർ ഓഫീസ് ഉപയോഗിക്കും. അങ്ങനെ ഏതെങ്കിലും ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുക? ഡോക്യുമെൻ്റ് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ നമ്മുടെ ആവശ്യം എന്താണ് ഇവിടെ? മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുക എന്നുള്ള. അപ്പോൾ നമുക്ക് ഒരുപാട് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് അതുണ്ടാക്കാം. അതിന് പറയുന്ന പേരാണ് IDE. ഞാൻ ബേസിക് ആയിട്ട് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാണ് ഇങ്ങനെ പറഞ്ഞു തരുന്നത്. അപ്പം നമുക്ക് IDE എക്സാമ്പിൾ പറയാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, ചിലവർക്ക് കേട്ടിട്ടുണ്ടാവും. ആൻഡ്രോയിഡ് സ്റ്റുഡിയോ അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റുഡിയോ കോഡ്, IntelliJ IDE, ഇങ്ങനെ ഒരുപാട് IDE ഉണ്ട്. നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഏത് IDE ഉപയോഗിച്ചിട്ടുണ്ടാക്കാം. ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിൽ ഉണ്ടാക്കാം, വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഉണ്ടാക്കാം, VS കോഡ് എന്നാണ് ഷോർട്ടായിട്ട് പറയാം, VS കോഡിൽ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് ഇഷ്ടപ്പെട്ട IDEയിൽ എന്ത് ചെയ്യാം? ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് നമുക്ക് മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടാക്കാം. നമ്മൾ അടിക്കുന്ന കോഡ് സെയിം തന്നെയാണ്. ഈ 3 ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാലും അടിക്കുന്ന കോഡ് എന്താണ്? സെയിം തന്നെയാണ്. അതാണ് IDE. API എന്ന് വെച്ചാൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അതായത് സെറ്റ് ഓഫ് ടൂൾസ്, അതായത് സെറ്റ് ഓഫ് റൗട്ടീൻസ് ആൻഡ് പ്രോട്ടോകോൾസ്. എന്തെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുമ്പോൾ നമുക്കിപ്പം ഒരു യൂട്യൂബിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ ഇതിൽ കൊണ്ടുവരണം, നമ്മൾ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരണം. അല്ലെങ്കിൽ ഒരു ആമസോണിൻ്റെ ഇൻ്റർഫേസ് നമ്മൾ എന്തിൽ കൊണ്ടുവരണം? ആമസോണിൻ്റെ എന്തെങ്കിലും സർവീസ് നമ്മളെ ഈ മൊബൈൽ ആപ്ലിക്കേഷനിൽ കൊണ്ടുവരണമെങ്കിൽ നമ്മൾ അവർ റിലീസ് ചെയ്ത APIs ഉണ്ടാവും. യൂട്യൂബിൻ്റെ API അല്ലെങ്കിൽ ആമസോണിൻ്റെ API റിലീസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ, അതായത് നമുക്ക് അവരെ സർവീസസ്, തേർഡ് പാർട്ടി സർവീസസ് നമ്മളിതിൽ ആക്സസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം API, ആപ്ലിക്കേഷൻ പ്രോഗ്രാമിംഗ് ഇൻ്റർഫേസ്. അടുത്തത് പറയാണ്ട് UI UX, യൂസർ ഇൻ്റർഫേസ് ആൻഡ് യൂസർ എക്സ്പീരിയൻസ്. UI ഞാൻ നമ്മുടെ മുമ്പത്തുള്ള വീഡിയോയിൽ പറഞ്ഞതാണ്. UI, യൂസർ ഇൻ്റർഫേസ്. നമ്മളിപ്പോൾ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ, ഇപ്പോൾ ഒരു വാട്സപ്പ് തുറന്നാൽ അതിൽ നമ്മൾ കാണുന്ന ഭാഗമല്ലേ ഒരു യൂസർക്ക് കാണുന്ന ഭാഗം, ഡെവലപ്പർക്ക് കാണുന്നതല്ല, യൂസർക്ക് കാണുന്ന ഭാഗം ഉണ്ടല്ലോ. ഇപ്പം സ്റ്റാറ്റസ് കാണുന്ന ഭാഗമുണ്ട്, പിന്നെ കോണ്ടാക്ട്സ് എന്നുള്ള ഭാഗമുണ്ട്, കോൾസ് എന്നുള്ള ഭാഗമുണ്ട്. അങ്ങനെ ആ ഡിസൈന് പറഞ്ഞ പേരാണ് UI. ഈ UI ഡെവലപ്മെൻറ്റിനെ നമ്മൾ പറയും, വേറൊരു പേര് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഫ്രണ്ട് എൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. UI UX, യൂസർ എക്സ്പീരിയൻസ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു വാച്ചിൻ്റെ UI എടുക്കാം, ഒരു സ്മാർട്ട് വാച്ച്. അതിൽ നമ്മളിപ്പോൾ കോൾ വരുമ്പോൾ കോൾ എങ്ങനെ അറ്റൻഡ് ചെയ്യണം? അതായത് നമുക്ക് പെട്ടെന്ന് കൈ വെക്കാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം എന്ത് ആ കോൾ അറ്റൻഡ് ചെയ്യുന്ന ഫംഗ്ഷൻ വരേണ്ടത്. സംഭവം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കാൽക്കുലേറ്ററിൽ പ്ലസ് ബട്ടൺ, ഈ പ്ലസ് ബട്ടൺ എവിടെ വരണം? അല്ലെങ്കിൽ ഈക്വൽ ബട്ടൺ എവിടെ വരണം? പെട്ടെന്ന് അടിക്കാൻ പറ്റിയ സ്ഥലത്തായിരിക്കണം ഈക്വൽ ബട്ടൺ വരുന്നത്. അങ്ങനെയാണ് UX പറയുക. അതായത് നമുക്ക് ഓരോ ഫംഗ്ഷനും അതിൻ്റെതായ സ്ഥാനത്ത് തന്നെ വരണം. അതാണ് UI UX. അടുത്തത് പറയുകയാണെങ്കിൽ അൽഗോരിതം. അൽഗോരിതം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ പ്രോഗ്രാമിംഗ് പറഞ്ഞില്ലേ, നമ്മൾ പ്രോഗ്രാമിംഗ് മുമ്പത്തെ വീഡിയോ ഒക്കെ പറഞ്ഞതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയ ഫംഗ്ഷൻ, ഒരു ചെറിയ ഫംഗ്ഷനോ അല്ലെങ്കിൽ ഒരു വലിയ ഫംഗ്ഷനോ എന്താവട്ടെ, ആ ഫംഗ്ഷനെ ഉള്ള കോഡിനെ പറഞ്ഞ അൽഗോരിതം. അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു അഡീഷൻ എന്ന് പറഞ്ഞ സാധനം ക്രിയേറ്റ് ചെയ്ത്, അഡീഷൻ. ഓക്കെ, ഈ അഡീഷന് ഒരു കോഡ് ഉണ്ടാവല്ലോ. അപ്പോൾ ഒരു 5 ഉണ്ട് പ്ലസ് 10 ഉണ്ട്, ഈ 5ഉം 10ഉം കൂടി കൂട്ടിയിട്ട് 15 വരണം. ഇതിനൊരു കോഡ് ഉണ്ടാവില്ലേ, ആ ചെറിയ കോഡിനെ പറഞ്ഞ പേരാണ് അൽഗോരിതം. അതായത് പ്രോഗ്രാമിൻ്റെ ഒരു ഭാഗം അൽഗോരിതം. പ്രോഗ്രാം എന്ന് ഞാൻ പറഞ്ഞു, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പറഞ്ഞതാണ്. പിന്നെ ഇവിടെ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്വെയറിനും പ്രോഗ്രാം എന്നൊക്കെ പറയും. അടുത്ത പറയുന്നതാണ് ബഗ്.
ബഗ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ബഗ്. നമ്മളിപ്പോൾ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, ഒരു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഉണ്ടാക്കി. ആ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും ചെറിയ എറർ വരുന്നുണ്ട്. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം ചെയ്യുമ്പോൾ എന്തെങ്കിലും എറർ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മളിപ്പം ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ്റെ കേസ് പറയുകയാണെങ്കിൽ ആ മൊബൈൽ ആപ്ലിക്കേഷൻ നമ്മൾ ഉപയോഗിച്ച് മുടിക്കുമ്പോൾ കീപ്പ് സ്റ്റോപ്പിംഗ് ആയി വരും. നിങ്ങൾ ചില ആപ്ലിക്കേഷൻ കണ്ടിട്ടുണ്ടാവും, ആൻഡ്രോയിഡ് ആപ്സ് കീപ്പ് സ്റ്റോപ്പിംഗ് എന്നുണ്ട്. അതൊക്കെ ഒരു ചെറിയ ചെറിയ ബഗ്ഗാണ്. അത് മാത്രമല്ല ഒരുപാട് ചെറിയ മൈന്യൂട്ട് ബഗ്ഗൊക്കെ ഉണ്ടാവും. ഓക്കെ, അതാണ് ബഗ് എന്ന് പറഞ്ഞാൽ. അടുത്ത പറയുന്നത് ഡാറ്റ ടൈപ്പ്. ഈ ഡാറ്റ ടൈപ്പ് എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഡാർട്ടിലും അല്ലെങ്കിൽ ജാവയിലും എല്ലാ പ്രോഗ്രാമിലുള്ള സാധനമാണ് ഡാറ്റ ടൈപ്പ്. നമ്മളൊരു ഡാറ്റനെ സ്റ്റോർ ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ഡാറ്റ ടൈപ്പ്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പേര് സ്റ്റോർ ചെയ്യാണ്, ലാപ്ടോപ്പ് എന്ന് പറഞ്ഞൊരു പേര് സ്റ്റോർ ചെയ്യാണ്, അത് നമ്മൾ സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ് ഉപയോഗിക്കുക. അല്ലെങ്കിൽ ഒരു നമ്പർ സ്റ്റോർ ചെയ്യാം, അതിന് നമ്പർ അല്ലെങ്കിൽ ഇൻറ്റിജറിൻ്റെ ഡാറ്റ ടൈപ്പ്, അങ്ങനെ ഒരുപാട് ഡാറ്റ ടൈപ്പ് ഉണ്ട്. ആ ഡാറ്റ ടൈപ്പ് നമ്മൾ ഡാർട്ട് പഠിക്കും. അടുത്തത് പറയുകയാണെങ്കിൽ കീവേഡ്സ്. നമ്മളിപ്പോൾ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഓരോ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഒരുപാട് കീവേഡ്സ് ഉണ്ടാവും. ഡാറ്റ ടൈപ്പിൻ്റെ സ്ട്രിങ്, ഇൻറ്റ്, അതൊക്കെ കീവേഡാണ്. അല്ലെങ്കിൽ ക്ലാസ് എന്നുള്ള കീവേഡാണ്. അങ്ങനെ ആ ലാംഗ്വേജിൽ നമ്മൾ ഫംഗ്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന വാക്ക്, അതാണ് കീവേഡ്സ്. ഈ കീവേഡ്സും നമ്മൾ ഡാർട്ടിന് കീവേഡ്സ് എന്താണെന്നൊക്കെ നമ്മൾ പഠിക്കും. അടുത്തത് ഊപ്പ്, ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ്. ഊപ്പ്, നമ്മളെ ഡാർട്ട് ഒരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് ആണ്. അതായത് ഒരു ഒബ്ജക്റ്റ് കൺസെപ്റ്റ് നമ്മൾ ഇനി പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ, നമ്മൾ ഒരു ബിഗിനർ സ്റ്റേജിലൊക്കെ പ്രോഗ്രാമൊക്കെ എഴുതുമ്പോൾ ഒരു ഒബ്ജക്റ്റ് കൺസെപ്റ്റിലാണ് നമ്മൾ എഴുതുക. ഫംഗ്ഷൻ കൺസെപ്റ്റ് വിട്ടിട്ട് നമ്മളൊരു ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ലാംഗ്വേജ് ചെയ്തു. ഒരു എന്താണ് ഒബ്ജക്റ്റ്, എന്താണ് ക്ലാസ് എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അടുത്തതാണ് ഗിറ്റ്. ഗിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടൂളാണ്. നമ്മൾ ഫ്ലട്ടറുമായിട്ട് ബന്ധമില്ല, ഡാർട്ടുമായിട്ടും ബന്ധമില്ല. ഗിറ്റ് എന്ന് പറഞ്ഞ ടൂളാണ്. പക്ഷെ നമ്മൾ ഫ്ലട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഓക്കെ, ഒരു നല്ലൊരു ഡെവലപ്പർ ആവണമെങ്കിൽ ഗിറ്റ് എന്തായാലും അറിഞ്ഞിരിക്കണം. ഗിറ്റിൻ്റെ സീരീസ് ഞാൻ ഫ്ലട്ടർ കഴിഞ്ഞാൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഗിറ്റിൻ്റെ സീരീസ്. ഗിറ്റ് എന്തിനാ ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ VCS, അതായത് വേർഷൻ കൺട്രോളാണ്. വേർഷൻ കൺട്രോൾ സിസ്റ്റമാണ് ഗിറ്റ്. നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഇന്ന് ഡെവലപ്പ് ചെയ്ത് ആ ആപ്ലിക്കേഷൻ നമ്മൾ നാളെ എന്ത് ചെയ്യാൻ പോകണം, വേറെ മോഡിഫിക്കേഷൻ വരുത്തണം. എന്നിട്ട് നമ്മളത് റിലീസ് ചെയ്ത് റിലീസ് ചെയ്തപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അതിലൊരു ബഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ മുമ്പത്തെ വേർഷനിലേക്ക് തിരിച്ചു വരണം. അപ്പോൾ നമ്മൾ കോഡൊക്കെ മാറ്റി കോപ്പി പേസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അടിച്ച് ആകെ സീനാവും. അന്നേരം அவங்க ആൾക്കാരൊക്കെ ഉപയോഗിക്കുന്നുണ്ടാവും, യൂസേഴ്സ് ഉപയോഗിക്കുന്നുണ്ടാവും. അന്നേരം ബഗ് ഉണ്ടായതുകൊണ്ട് അവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ നമ്മൾ ഗിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തെങ്കിൽ നമുക്ക് സിംഗിൾ കോഡിൽ നമുക്ക് പഴയ ഇതിലേക്ക് മാറാൻ പറ്റും. അതാണ് ഗിറ്റ്. ഗിറ്റ് അതിന് മാത്രമല്ല, നമുക്ക് ടീമായിട്ടൊക്കെ ഡെവലപ്പ് ചെയ്യാനും ഗിറ്റ് ഉപയോഗിക്കും. അതായത് ഇപ്പോൾ ഒരു ആപ്ലിക്കേഷൻ്റെ ലോഗിൻ സ്ക്രീൻ ഒരാൾ ചെയ്യാം, കാർട്ട് സ്ക്രീൻ ഒരാൾ ചെയ്യാം. ഒരു ഇ-കൊമേഴ്സിൻ്റെ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ലോഗിൻ സ്ക്രീൻ ഒരാൾ, കാർട്ട് സ്ക്രീൻ ഒരാൾ, ഫേവറേറ്റ് അല്ലെങ്കിൽ ആഡ് പ്രോഡക്റ്റ് ഒരാൾ, അങ്ങനെ. അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡ് ഒരാൾ, ബാക്ക് എൻഡ് ഒരാൾ. ഇങ്ങനെ ടീമായിട്ട് വർക്കൊക്കെ ചെയ്യുമ്പോഴും ഗിറ്റ് ഉപയോഗിക്കാം. അപ്പോൾ ഗിറ്റ് എന്താണ്? ഗിറ്റ് വെച്ചാൽ നമ്മളൊരു വേർഷൻ കൺട്രോൾ, അങ്ങനെയാണ് ഗിറ്റിൻ്റെ ഒരു ഫംഗ്ഷൻ. ഓക്കെ, ഗിറ്റ് എന്തായാലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. ഫ്ലട്ടർ വർക്ക് ചെയ്യണമെങ്കിൽ ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. ഗിറ്റബ് എന്ന് വെച്ചാൽ നമ്മൾ ഈ എഴുതിയ കോഡ് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള സ്ഥലമാണ് ഗിറ്റബ്. അതായത് ഇപ്പം നമ്മളൊരു ഫോട്ടോസൊക്കെ ഗൂഗിൾ ഡ്രൈവിലൊക്കെ അപ്ലോഡ് ചെയ്ത് വെക്കില്ലേ, അതുപോലെ കോഡൊക്കെ നമ്മൾ ഗിറ്റബിലാണ് എന്ത് ചെയ്താൽ സ്റ്റോർ ചെയ്ത് വെക്കുക. അതൊരു ഹോസ്റ്റിംഗ് പ്ലാറ്റ്ഫോമാണ് ഗിറ്റബ്. ഗിറ്റും ഗിറ്റബും രണ്ടും വേറാണ്, പക്ഷേ ഗിറ്റും ഗിറ്റബും കൂടെ ഒരുമിച്ചാണ് വർക്ക് ചെയ്യുക. അതായത് ഗിറ്റ് വർക്ക് ചെയ്യാൻ നമുക്ക് നെറ്റ് ആവശ്യമില്ല, പക്ഷേ ഗിറ്റ് ഹബ് വർക്ക് ചെയ്യാൻ എന്ത് വേണം? നെറ്റ് ആവശ്യമാണ്. അപ്പോൾ ഗിറ്റബിലാണ് നമ്മളിപ്പോൾ കോഡൊക്കെ ആക്കി വെക്കുക. ഞാനിപ്പോൾ ഇവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ ചെയ്തൊരു പ്രോജക്റ്റ്, കമ്പ്യൂട്ടർ പെട്ടെന്ന് കേടന്നു പോയി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക, എനിക്ക് പിന്നെ ആ പ്രൊജക്റ്റ് അവിടെ മിസ്സായി പോയല്ലോ. അല്ലെങ്കിൽ നമ്മളിപ്പോൾ 2 കൊല്ലം മുമ്പ് ചെയ്ത പ്രൊജക്റ്റ് എനിക്ക് ഇന്നിപ്പോൾ റെഫറൻസിന് വേണ്ടി ഇന്ന് എടുക്കണം. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, അത് അന്ന് ഗിറ്റബിൽ അപ്ലോഡ് ചെയ്ത് വെച്ചെങ്കിൽ എനിക്കിപ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ 2 കൊല്ലത്തിനുള്ളിൽ ഞാൻ സിസ്റ്റം മാറ്റിയെങ്കിൽ എനിക്ക് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടാവില്ലേ. അപ്പോൾ അതാണ് ഗിറ്റബ്. ഒരു ഹോസ്റ്റിങ്ങിൻ്റെ എന്തായാലും നമ്മളൊരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് വെക്കാന്ന് വെച്ചാൽ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൻ്റെ ഗുണം. നമുക്ക് പിന്നെ എപ്പോഴെങ്കിലും ഫ്യൂച്ചർ റെഫറൻസിനോ അല്ലെങ്കിൽ കോഡ് നാശം ആവാതെ വെക്കാനോ അതിനൊക്കെയാണ് ഗിറ്റബ് ഉപയോഗിക്കുക. ഗിറ്റബും ഗിറ്റും കൂടിയുള്ള ഒരു ട്യൂട്ടോറിയൽ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. നമുക്ക് ഇൻഷാല്ലാ നമുക്ക് ചെയ്യാം. പിന്നെ ഗിറ്റബിൽ നമുക്കിപ്പം ഒരു കോഡ് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പ്രൈവറ്റ് ആയിട്ടും ഇടാം, പബ്ലിക് ആയിട്ടും ഇടാം. പ്രൈവറ്റ് ആയിട്ട് ഇടാകുമ്പോൾ നമുക്ക് മാത്രമേ കാണാൻ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ ടീമിന് മാത്രം ഉള്ള രൂപത്തിൽ സെറ്റ് ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ പബ്ലിക് ആയിട്ടാകുമ്പോൾ നമ്മൾ വേറൊരാൾക്ക് അതിൽ വന്നിട്ട് മോഡിഫിക്കേഷൻ വരുത്താം. ആ മോഡിഫിക്കേഷൻ എന്താണെന്ന് നമുക്ക് കാണാം. അത് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം. അങ്ങനെയൊക്കെയാണ് അത് നമ്മൾ ഏത് ഡെവലപ്മെൻറ്റ് ചെയ്യുമ്പോഴും, ഇപ്പോൾ ഒരു പൈത്തൻ്റെ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ Node.js ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ റിയാക്ട് നെക്റ്റിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും, അല്ലെങ്കിൽ ഫ്ലട്ടറിൽ ഒരു പ്രൊജക്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഗിറ്റ് യൂസ് ചെയ്യാം. ഗിറ്റ് അതിൻ്റെ കൂടെ അത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഒരുപാട് ഉപകാരമുണ്ട്. നമുക്ക് ടീമായിട്ട് ചെയ്യാം, അത് ഒറ്റയ്ക്ക് ചെയ്യുമ്പോൾ തന്നെ ഓരോ ഭാഗങ്ങൾ ചെയ്യാം, അല്ലെങ്കിൽ നമുക്കത് വേർഷൻ കൺട്രോൾ ഉപയോഗിക്കാം. അങ്ങനെ ഒരുപാട്
പ്രയോജനങ്ങളുണ്ട്. ഓക്കെ, അതാണ് ഗിറ്റ് ആൻഡ് ഗിറ്റപ്പ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മതി. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് വേർഡ്സ് ആണ് പറഞ്ഞത്. SDK എന്താണ്, IDE എന്താണ്, API എന്താണ്, OOPS കോൺസെപ്റ്റ് എന്താണ്. OOP എന്താണെന്ന് പറഞ്ഞിട്ടില്ല. ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് നമ്മളത് OOP കോൺസെപ്റ്റ് പഠിക്കും. പിന്നെ ബഗ്, ഗിറ്റബ്, ഗിറ്റ്, ഡാറ്റ ടൈപ്സ്, കീവേഡ്സ്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ 1-2 പ്രാവശ്യം കാണുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. ഞാൻ പറഞ്ഞതാണ്. ഓക്കെ, താങ്ക് യു ആൾ. സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ്.